ഇന്ന് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിലും ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. തക്കോലം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ജീരകം അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുരുമുളക്, അത്രയും സ്പൈസസാണ് അതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 സവോള, മീഡിയം സൈസുള്ള 3-4 സവോള ഇട്ട് കൊടുത്തു. അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ച് നേരം ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ മറന്നുപോയ 2 കാര്യങ്ങളും, ഒന്ന് പച്ചമുളക് ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനത് ലേറ്റർ സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ തന്നെ പച്ചമുളക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ആ സ്റ്റെപ്പിൽ തന്നെ ആഡ് ചെയ്യാം. ഞാനത് കഴിഞ്ഞിട്ടാണ് അത് ആഡ് ചെയ്തത്. അപ്പോൾ ഇപ്പം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഇടാൻ മറന്നു പോയതുകൊണ്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് വെളുത്തുള്ളി നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ പച്ചമുളക് ഞാൻ അതിലേക്ക് ഇട്ടു. പ്രീവിയസ് സ്റ്റെപ്പിൽ മറന്നു പോയതുകൊണ്ട് ഇതിലിട്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ആണ് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടി ഒരു കാശ്മീരി മുളക് പൊടി ഒരു 1.25 സ്പൂണാണ് ഇട്ടേക്കുന്നത്. പിന്നെ അതിന് ശേഷം ഗരം മസാലപ്പൊടിയാണ് ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഗരം മസാലപ്പൊടി അങ്ങനെ തന്നെ ഡയറക്റ്റ് അതിൽ നിന്ന് ഇടുവാണ്. ഗരം മസാല ഇട്ടു. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. അതൊരു 1/4 സ്പൂൺ, 1/2 to 1/4 സ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് അതെല്ലാം കൂടി മിക്സ് ആക്കുവാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കൻ നമ്മൾ ഒരു 1 hour മുമ്പായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കേർഡ്, ഉപ്പ്, അത്രയും മാത്രം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്രയും മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചത്. അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് സവോള മുരിച്ചിട്ട് അതും കൂടി ഈ സ്റ്റെപ്പിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളൊരു പകുതി വേവായപ്പോഴത്തേക്കും ചിക്കനിലോട്ട് നമ്മൾ ഈ ഗ്രേവി ഇടുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഹൈദരാബാദി ബിരിയാണി മസാലേൻ്റെ ഒരു ഗ്രേവി ഉണ്ട്. അപ്പോൾ ആ ഗ്രേവിയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഗ്രേവി അതിലേക്ക് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പൗഡറും ഉണ്ടാവും. അപ്പോൾ ആ പൗഡറും അതിലിട്ട് മിക്സ് ചെയ്യുവാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ ചിക്കനിലും ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് അടച്ച് വെക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. ഇനി നമ്മൾ അരി ഇടാനായിട്ടുള്ള വെള്ളം, അപ്പോൾ 1.5 നാഴി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് 3 നാഴി വെള്ളം തന്നെ വേണം. അപ്പോൾ 3 നാഴി വെള്ളം ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ചൂടാക്കിയതാണ് അപ്പോൾ അതിലേക്ക് ഇടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒന്ന് ബോയിലായി കഴിയുമ്പോൾ അരി ഇട്ടാൽ മതി. ഒന്ന് ജസ്റ്റ് ബോയിലായി വന്നു കഴിയുമ്പോഴത്തേക്കും അരി ഇട്ട് കൊടുക്കുക. കൈമ റൈസാണ് ഇവിടെ എടുത്തേക്കുന്നത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പാതി വേവാകുമ്പോൾ അരി ഒരു പകുതി വേവായി അടച്ച് വെക്കണം. ഒരു 7 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് പകുതി വേവായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ അധികം വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ പകുതി വേവായപ്പോൾ നാരങ്ങ നീര് ഒഴിക്കാം. നാരങ്ങനീര് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിലേക്ക് മല്ലിയില, പുതിനയില ഈ 2 ഇതും മിക്സാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. നല്ല സോഫ്റ്റായിരുന്നു, നല്ലതായിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു.